ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മളതിൽ കഴിഞ്ഞ 2 വീഡിയോസിലും ഒരു 1500 കാലറീസിൻ്റെ വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കണ്ടവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനിയുള്ള 2-3 ദിവസത്തെ നമ്മുടെ വീഡിയോസിൽ ഒരു 1200 കാലറീസ് വരുന്ന വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഡയറ്റ് പ്ലാൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാലറിയിൽ കാലറി കൗണ്ടിൽ ഡിഫറൻസ് വരുന്നതായിരിക്കും. പിന്നെ എപ്പോഴും വണ്ണം കുറയ്ക്കുമ്പം ഒരു മിനിമം 1200 കാലറീസ് എങ്കിലും നമ്മൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ 1200 കാലറീസ് മിനിമം നമ്മൾ ഇൻടേക്ക് ചെയ്യുക. കാര്യം എല്ലാവരുടെയും ഒരു വിചാരമാണ് കാലറീസ് ഒരുപാട് അങ്ങ് വെട്ടിക്കുറച്ച് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്നുള്ള കാര്യം. പക്ഷേ അതിൽ നമുക്ക് ഒരുപാട് ഹെൽത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിൽ, നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ബോഡിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മിനിമം 1200 കാലറീസ് എങ്കിലും ഇൻടേക്ക് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക, മിനിമം 2-3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുടിക്കുക, 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 to 30 മിനിറ്റ്സ് മിനിമം ഒരു വർക്കൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രാ ബെനിഫിറ്റും കൂടി ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏത് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ 1200 കാലറീസ് ആയിരിക്കും ഇന്നത്തെ ഉള്ളിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് കുടിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഡേ ബിഗിൻ ചെയ്യാം. ഒരു 2-3 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ പ്ലെയിൻ വാട്ടർ കുടിക്കാം, അതല്ലെങ്കിൽ ലെമൺ ഹണി വാട്ടർ, സിനമൺ ടീ, അതല്ല എന്നുണ്ടെങ്കിൽ ക്യൂമിൻ സീഡ്സ് അല്ലെങ്കിൽ ഫെനൽ സീഡ്സിൻ്റെ വെള്ളം കുടിക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പറയുന്നത് റാഗി ദോശയാണ് കേട്ടോ. റാഗി ദോശ എന്ന് പറയുന്നത് റാഗി ഈസ് വെരി ഗുഡ് ഫോർ നമ്മുടെ ഹെൽത്തിനും വെയിറ്റ് ലോസിനും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് റാഗിയുടെ കുറച്ച് ബെനിഫിറ്റ്സും കൂടെ ഞാൻ പറയാം. റാഗി എന്ന് പറയുന്നത് റിച്ച് ഇൻ കാൽസ്യമാണ്, അതുപോലെ ഹൈ ഇൻ ഫൈബറാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് റാഗി. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ റാഗി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പിനെ ഒരുപാട് നേരം കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സ്നാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കുന്നു, അതേപോലെ ക്രേവിങ്സ്. പിന്നെ ലോ ഇൻ ഫാറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് റാഗി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ റാഗി എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കഴിക്കുമ്പം നമുക്ക് നല്ല കാൽഷ്യം, മിനറൽസ് അല്ലെങ്കിൽ ഫൈബർ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് റാഗി. സോ എന്തുകൊണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് റാഗി ദോശ എന്ന് പറയുന്നത്. അപ്പോൾ റാഗി ദോശയാണ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റാഗി ദോശ രാവിലെ കഴിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കില്ലേ, അതുപോലെ തന്നെ അത് നന്നായിട്ട് പ്രോട്ടീനും നമുക്ക് കാൽസ്യവും അയണും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റാഗി. സോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി ദോശ. 2 റാഗി ദോശ നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ദോശ മാത്രം കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സൈഡായിട്ടുള്ള എന്തെങ്കിലും ഒരു കറി കൂടെ വേണം. അപ്പോൾ ഈ ഒരു കറിയായിട്ട് ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ കൂട്ടത്തിൽ ചെറുപയർ കറി, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കറി, കടലക്കറി. ഇതെല്ലാം നമ്മുടെ നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ പറയാം, ചെറുപയർ കറി, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ കടലക്കറി, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് കറി. ഇത് 3ഉം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ഒരു മിഡ് ടൈം സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് ബനാനയാണ്. ബനാന നിങ്ങൾക്കറിയാലോ വളരെ നല്ലതാണ്, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്, ലെസ് ഇൻ കാലറീസും കൂടെയാണ്, ലോ ഇൻ കാലറീസ് കൂടെയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട്, അതായത് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ബ്രൗൺ റൈസാണ് പറയുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് ഒരു 5 to 6 സ്പൂൺസ് നിങ്ങൾക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഞാൻ പറയാം. ഒന്നെങ്കിൽ കുറച്ച് സാമ്പാർ കഴിക്കാം, അതല്ലെങ്കിൽ കുറച്ച് ദാൽ കറി, ഒരു 100 grams ഓഫ് ചിക്കൻ കറി, ഫിഷ് കറി, പ്ലസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ടതാണ് ഒരു വെജിറ്റബിൾ സാലഡിൽ ഏറ്റവും കൂടുതൽ കുക്കുംബർ, അതുപോലെ തന്നെ കുറച്ച് ലെറ്റ്യൂസോ കുറച്ച് ക്യാരറ്റ്സോ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു
ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ, ദാല്, ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറി ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു 6 to 7 സ്പൂൺ അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ചിക്കൻ കറിയൊക്കെയാണ് 100 ഗ്രാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മൾ അത്യാവശ്യമാണ്. പ്രോട്ടീൻ നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ. കാര്യം പ്രോട്ടീൻ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഏത് ഡയറ്റിലായാലും. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൗൾ ഓഫ് സാലഡ് കഴിച്ചിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഇനി വൈകുന്നേരം കഴിയുമ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ആൽമണ്ട്സ്. ആൽമണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലതാണ് വെയിറ്റ് ലോസിനും. അപ്പോൾ ഒരു 5 to 6 ആൽമണ്ട്സ് കഴിക്കാം, പ്ലസ് 2 ഡേറ്റ്സ് കഴിക്കാം. അപ്പോൾ നമുക്കൊരു മധുരം സ്നാക്കിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. അതായത് നമ്മൾ ഈന്തപ്പഴം ഒരു മധുരമാണല്ലോ. പിന്നെ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാം. വിത്തൗട്ട് ഷുഗർ ആൻഡ് മിൽക്കാണ് കുടിക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചായ കാപ്പി കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 to 3 കോഫി അല്ലെങ്കിൽ ടീ നിങ്ങൾക്ക് ഡെയിലി കുടിക്കാം വിത്തൗട്ട് ഷുഗർ ആൻഡ് മിൽക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വെൻ ഇറ്റ് കംസ് ടു ദ ഡിന്നർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെപ്പോഴും ലൈറ്റായിട്ട് കഴിക്കണം. പിന്നെ ഡിന്നർ ഒരു 7 അല്ലെങ്കിൽ 8 o'clock കഴിച്ച് നിർത്താനായിട്ട് ശ്രമിക്കാം. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓട്സ് പോറേജാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക ഒരു എഗ് ബുർജിയോ അല്ലെങ്കിൽ പനീറോ റാഗി ദോശ അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിച്ച സെയിം സാധനം സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ രാവിലെ അതേ സെയിം കഴിച്ചാൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അതേ ഓപ്ഷൻ കൂടെ കഴിക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇതിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറഞ്ഞാലും ഒരിക്കലും എന്താ പറയുക കൂടി പോകാനായിട്ട് പാടില്ല. കൂടി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കാലറീസിൻ്റെ കൗണ്ട് മാറും. കൂടിയാലും കുറഞ്ഞാലും മാറുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു 1200 കാലറീസ് വരുന്ന ഒരു മീൽ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറയുക നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 2 to 3 liters ഓഫ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക. മിനിമം 7 to 8 hours ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിന്നർ മാക്സിമം ഒരു 7 o'clock അല്ലെങ്കിൽ അങ്ങേയറ്റം പോയ ഒരു 8 മണിക്ക് മുമ്പ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കഴിക്കണം. അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് പാടില്ല. ചിലരൊക്കെ എന്താ പറയുക പറയാറുണ്ട് വേണമെങ്കിൽ ഒരു കോഫി ചായയൊക്കെ കുടിക്കാം. പക്ഷേ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 15 to 20 minutes അല്ലെങ്കിൽ 15 to 30 minutes നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ്ങോ വർക്കൗട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈവൻ ദ ഒരു എന്താ പറയുക ഒരു വാക്കിന് പോവുകയാണെങ്കിലും അത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നതായിരിക്കും. അപ്പം ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഇതിനകത്ത് ഇൻഫോർമേഷൻസ് വളരെ വലുതാണ്. അതുപോലെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വൺ.